145 വർഷത്തെ യമനി പാരമ്പര്യവുമായി എത്തുന്ന ദഫ്മുട്ട് പഠിപ്പിക്കുന്ന ഒരു ഉസ്താദും ആ ഉസ്താദിൻ്റെ ശിഷ്യന്മാരും. അവരുടെ ഓരോ താളത്തിനും ഓരോ മുട്ടിനും ഈ പാരമ്പര്യമുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ കേൾക്കാം. സാറേ, ഇപ്പം കോഴിക്കോട് കാപ്പാട് നിന്നും ഈ നാട്ടിലേക്ക്, സാംസ്കാരിക നഗരിയിലേക്ക് എത്ര കുട്ടികളായിട്ടാണ് വന്നിട്ടുള്ളത്? പൂരങ്ങളുടെ നാട്ടിലേക്ക് വന്നിട്ടുള്ളത് 30 വിദ്യാർത്ഥികളായിട്ടാണ് വന്നത്. കഴിഞ്ഞ 3 വർഷം ഞാൻ കുറച്ച് പരിശീലനത്തിൽ നിന്ന് മാറി നിന്നിരുന്നു. അന്ന് മകനൊക്കെ പിന്നെ പരിശീലിപ്പിച്ചത്. കാരണം കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് തന്നെ കേരള ഫോക്ലോർ അക്കാഡമിയുടെ വൈസ് ചെയർമാൻ പോസ്റ്റിലേക്ക് സെലക്ട് ചെയ്തു. അപ്പോൾ 2022 മുതൽ 25 വരെ കാലാവധി കഴിഞ്ഞപ്പോൾ പിന്നെ സജീവമായി. എന്ത് തോന്നുന്നു ഈ കുട്ടികളായിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ? തീർത്തും ദഫ് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കലോത്സവത്തിൻ്റെ ഭാഗമല്ല. ഞങ്ങളുടെ തറവാട്ടിൽ ഈ ദഫ്മുട്ട് ഉടലെടുത്തത് ഹിജറ വർഷം 1303 അത് കൃത്യമായിട്ട് പറഞ്ഞാൽ 145 വർഷമായി. ഞാൻ 4ാമത്തെ കണ്ണിയാണ്. ഇതിനെ ജനകീയമാക്കിയത് ഒരു കാലത്ത് ദഫ് പിന്നെ മുസ്ലിം പള്ളികൾ അങ്ങനെ വീടുകളിലൊക്കെ ഒതുങ്ങി നിന്ന ദഫിനെ 977 ആദ്യമായിട്ട് ദഫിനെ ഈ രംഗത്തേക്ക് പൊതുരംഗത്തേക്ക് കൊണ്ടുവന്നത് ഉപ്പയാണ്, ഉസ്താദ് അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ്. 78 ഉപ്പാക്ക് ആദ്യത്തെ അവാർഡും ഈ സാംസ്കാരിക നഗരിയിൽ നിന്നാണ് കിട്ടിയത്. അഥവാ കേരള സംഗീതനാട് അക്കാദമിയാണ് ഉപ്പാക്ക് ആദ്യത്തെ അവാർഡ് കൊടുക്കുന്നത്. അന്ന് PKV സർക്കാർ അഥവാ മുഖ്യമന്ത്രി PK വാസുദേവൻ നായരാണ്. എനിക്കൊന്ന് സംഗീതനാട് അക്കാദമിയുടെ ചെയർമാനായിട്ടുള്ളത് വൈക്കം ചന്ദ്രശേഖരൻ നായരാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ ചെറുതാണ്. അപ്പോൾ ആ അവാർഡ് കിട്ടിയ സ്ഥലത്തുനിന്ന് ഉപ്പ നടന്നു പോയ വഴിയിലൂടെ എനിക്ക് ഈ മക്കളായിട്ട് വരാൻ കഴിഞ്ഞു എന്നുള്ളത് ജീവിതത്തിൽ കിട്ടിയൊരു ധന്യമുഹൂർത്തമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം ഉസ്താദ് ഈ ഒരു കലയിലേക്ക് ഇറങ്ങിയിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും? എൻ്റെ അരങ്ങേറ്റം ഡൽഹിയിൽ വെച്ചിട്ടാണ് 983. അന്ന് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഉപ്പാക്ക് ഈ ഇന്ത്യ ഇൻ്റർനാഷണൽ ട്രേഡ് ഫെയറിലേക്ക് ക്ഷണം ലഭിച്ചു. പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്നാണ് കിട്ടിയത്. അന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. പിന്നെ ആ കാലയളവിൽ തന്നെ ഉപ്പയുടെ കൂടെ ഒരുപാട് പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. ഇന്ന് ഇതിൻ്റെ താളങ്ങൾ ഓസ്ട്രേലിയ, ബ്രിസ്ബൺ, മെൽബൺ, ഫിജി തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ എത്തിക്കാൻ കഴിഞ്ഞു. എൻ്റെ ലക്ഷ്യം എന്താ വെച്ചാണെങ്കിൽ ഒരു കലാകാരനാക്കാൻ, പൂർണ്ണ കലാകാരനാക്കുന്നതോടൊപ്പം തന്നെ നല്ലൊരു അക്കാഡമീഷ്യനായ കലാകാരന്മാരെ സൃഷ്ടിക്കുക. അപ്പോൾ തന്നെ ഞാനൊരു 94 കലോത്സവത്തിൽ എത്തിയിട്ടുണ്ട്. അന്ന് കണ്ണൂർ പോലീസ് മൈതാനത്താണ് നടന്നത്. ഫസ്റ്റ് കിട്ടിയത് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം ബദനി സെൻറ്റ് ജോൺസ് ഇംഗ്ലീഷ് സ്കൂളിലെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ടാണ്. അതുമുതൽ ഇന്ന് വരെ ഏകദേശം 32 വർഷമായിട്ടുണ്ടാവും കലോത്സവത്തിൽ ടീമില്ലാത്തൊരവസ്ഥ ഒന്നുമില്ല. ആദ്യകാലങ്ങളിൽ സമ്മാനം നൽകുന്ന 1ാം സ്ഥാനം 2ാം സ്ഥാനം 3ാം സ്ഥാനം നൽകുമ്പോൾ എൻ്റെ ടീമിനായിരുന്നു ആദ്യം കിട്ടാറുള്ളത്. ഇപ്പോൾ ഗ്രേഡിംഗ് സംവിധാനമാണ്. ഇത് നല്ലതാണ്. കുട്ടികളുടെ സ്ട്രെസ്സ് കുറഞ്ഞു കിട്ടില്ല, നല്ലതാണ്. അപ്പോൾ ആ രീതിയിൽ 32 വർഷമായി ഈ മേഖലയിലേക്ക്. ഇപ്പം കലോത്സവത്തിലായിട്ട് 32 വർഷമായി. ഇത്രയും കാലയളവിൽ ഈ ഒരു കല എടുക്കുകയാണെങ്കിൽ ദഫ്മുട്ടിൽ വന്ന മാറ്റങ്ങൾ, പ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? തീർത്തും അടിസ്ഥാനപരമായ മാറ്റം ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മുടെ ഒരു മാപ്പിള ഫോക്കലോറുള്ള വളരെ പ്രധാനപ്പെട്ട ഇനമാണ് ദഫ്. അടിസ്ഥാനപരമായ മാറ്റം എന്ന് വെച്ചാൽ ഇത് ചെറിയൊരു ചിലവുകൊണ്ട് ആർക്കും ഇത് പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. രണ്ടാമത്തത്, പലപ്പോഴും പല രക്ഷിതാക്കന്മാർക്കൊക്കെ ഒരു സംശയമുണ്ട്, ഇതൊക്കെ പഠിച്ച പഠനം ഉണ്ടാവില്ല എന്നുള്ള തെറ്റായ ധാരണയാണ്. ഇപ്പം എൻ്റെ കീഴിൽ തന്നെ ഇവരൊക്കെ നമ്മളെ വിട്ടു പോകുന്ന മക്കളല്ല ഇവരൊക്കെ ഇവരെ അഭിരുചിക്കനുസരിച്ചിട്ട് പിന്നെ വിവിധ കോഴ്സുകളിലേക്ക്, ഇപ്പം എനിക്ക് നമ്മുടെയൊക്കെ പറഞ്ഞാൽ കേൾക്കുന്ന ഒരുപാട് മാനേജ്മെൻറ്റൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്ക് BCom ആണ്, അല്ലെങ്കിൽ എക്കണോമിക്സ് ആണോ, BBA, അങ്ങനെ അല്ലെങ്കിൽ MBBS, അല്ലെങ്കിൽ LLB, ഏത് കോഴ്സാണോ ഇവർക്ക് ആവശ്യം അതിലേക്ക് റൂട്ടി തിരിച്ചെടുത്ത് അക്കാഡമീഷ്യന്മാരായ നല്ല കലാകാരന്മാരെ രാജ്യത്തിന് സമർപ്പിക്കുക എന്നുള്ള പൂർവികരെ എന്നെ ഏൽപ്പിച്ച ദൗത്യമാണ്. അല്ലാണ്ട് കലോത്സവം എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒന്നായിട്ട് ഞാൻ കാണുന്നില്ല. കലോത്സവം മാത്രമല്ല ലക്ഷ്യം. കലോത്സവം മാത്രമല്ല ലക്ഷ്യം. കലോത്സവത്തിൽ ഇത് ഉൾപ്പെടുത്തിയത് മുതൽ 92 മുതൽ ഇത് ജനകീയമാകുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പം തന്നെ കേരള ഗവൺമെൻറ്റൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ചെയ്യുന്നു. ഇപ്പോൾ കുട്ടികളെ സെലക്ട് ചെയ്യുമ്പോൾ കുട്ടികളുടെ താല്പര്യം നോക്കിയിട്ടാണോ അതോ ഉസ്താദ് എന്താണ് അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്?
ടീച്ചിങ് എന്നുള്ളത് എക്സ്പീരിയൻസ് ആണല്ലോ, ഞാൻ പറയേണ്ട ആവശ്യം. അതെ അതെ അതെ. അപ്പോൾ ഒരാളെ കണ്ടാൽ തന്നെ നമുക്ക് അവൻ്റെ താളബോധവും അവൻ്റെ ഡിസിപ്ലിനൊക്കെ ഏകദേശം മനസ്സിലാവും. അപ്പോൾ ആ രീതിയിൽ താളബോധവും അത്യാവശ്യം സ്വരഭംഗിയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവന് സെലക്റ്റഡ് ആയിരിക്കും. കുഴപ്പമില്ല, നല്ല മക്കളാണ്. ഈ നിൽക്കുന്നൊക്കെ കണ്ടില്ലെങ്കിൽ എല്ലാം നല്ല നല്ല മക്കളാണ്. ഇന്നലെ നല്ല പെർഫോമൻസ് ചെയ്തവർ, അവരുടെ വീട്ടുകാരും പ്രത്യേകിച്ച് സ്കൂളുകാരൊക്കെ നല്ല സപ്പോർട്ടാണ് ഉള്ളത്. എത്ര ടൈം കൊണ്ടാണ് ഇവരെ ആ ഒരു പരിശീലന കാലം എന്ന് പറയുന്നത് എത്ര നാളുണ്ടാവും? കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ തുടങ്ങിയ ജൂലൈ ലാസ്റ്റ് തുടങ്ങും. അപ്പോൾ ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആകുമ്പോഴത്തേക്ക് ലാസ്റ്റ് ആകുമ്പോഴേക്ക് സബ് ഡിസ്ട്രിക്റ്റ് വരില്ല. ആ രീതിയിലാണ്. അപ്പോൾ ഇപ്രാവശ്യം വരെ ജൂലൈ സെക്കൻഡ് വീക്കിൽ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വീട്ടിൽ ഗുരുകുല സമ്പ്രദായത്തിലെ ക്ലാസ്സിലാണ് ഇവരൊക്കെ വരുന്നത്. വീട്ടിൽ ഈ അന്നേ പൂർവീകർ തുടങ്ങിയ ക്ലാസ് ഉണ്ടല്ലോ, അതിപ്പോൾ കേരള ഗവൺമെൻറ് സാംസ്കാരിക വകുപ്പ് അത് 1 ഇയർ ഡിപ്ലോമ കോഴ്സായിട്ട് 2 സെമസ്റ്റർ എക്സാം അറ്റൻഡ് ചെയ്തിട്ട്, അപ്പോൾ അതിൽ ഇയാൾ 1 ഇയർ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞാണ്. നമ്മുടെ ഈ കുട്ടി അമൻ, അവന് കോഴ്സ് കഴിഞ്ഞാണ്. അപ്പോൾ അത് ഇവർ ചെറിയ ആളുകളാണെങ്കിലും ഇത് നന്നായിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആളാണ്. അപ്പോൾ സാംസ്കാരിക വകുപ്പിൻ്റെ സർട്ടിഫിക്കറ്റാണ് ഇവരെ കയ്യിലൊക്കെ ഉള്ളത്. അന്താനിത, ഇയാൾ ഈ കോഴ്സ് കഴിഞ്ഞ ആളാണ്. ഇങ്ങനെയൊക്കെ ഇതിൽ കുറച്ച് ആളുകളൊക്കെ പിന്നെ ഈ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ദഫ് എന്നുള്ളതൊരു ആത്മീയതയുടെ താളമാണെങ്കിലും അത് നന്മയുടെ താളമാണ്. അതുപോലെ തന്നെ അതിൽ പ്രതിഷേധത്തിൻ്റെ താളങ്ങളും ചിലപ്പോൾ കടന്നു വരാറുണ്ട്. ഈ സമയത്ത് ഈ സാംസ്കാരിക നഗരിയിൽ ഞാൻ എൻ്റെ വിദ്യാർത്ഥികൾക്ക് കൊടുത്ത ഏറ്റവും വലിയ സന്ദേശം, സമൂഹത്തിന് കൊടുക്കാൻ പറഞ്ഞ സന്ദേശം, ലഹരിക്കെതിരെ, അതുപോലെ വർഗീയതക്കെതിരെ, തീവ്രവാദത്തിനെതിരെ ഒന്നിച്ച് പോരാടാം എന്നുള്ളതാണ്. ആ വരിയാണ് ഇവർ ഇപ്പോൾ പാടാൻ പോകുന്നത്. പകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം, ഇതിഹാസ ഭാരതത്തിൻ സംസ്കാരം കാക്കണം. പകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം, ഇതിഹാസ ഭാരതത്തിൻ സംസ്കാരം കാക്കണം. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിടണം. ഇതിനാണ് യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ച് കൈകളെ കൊട്ടിടണം. കൃഷ്ണനും ക്രിസ്തുവും നബിയും പറഞ്ഞുള്ള സന്മാർഗ പാതയിൽ നീങ്ങിടണം. കൃഷ്ണനും ക്രിസ്തുവും നബിയും പറഞ്ഞുള്ള സന്മാർഗ പാതയിൽ നീങ്ങിടണം. പകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം, ഇതിഹാസ ഭാരതത്തിൻ സംസ്കാരം കാക്കണം. പകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം, ഇതിഹാസ ഭാരതത്തിൻ സംസ്കാരം കാക്കണം.